ഭാരം നിറഞ്ഞ ജീവിതയാത്രയിൽ ദൈവത്തെ ഓർക്കാനും ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനും മാനവൻ മറക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പം ആയിരിക്കാനും പ്രാർത്ഥിക്കാനും സമയം ചിലവഴിക്കാനുമുള്ള ഒരു നിമിഷമാണിത്. നാഥനോടൊപ്പം ഭാരങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരായി ഈ ലോകത്താരുമില്ല. എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാതെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം നിനക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. അപ്പോൾ കുറെ കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ നിനക്ക് ജീവിക്കാൻ കഴിയും. എത്രത്തോളം ദൈവം നിന്നെ ഉയർത്തി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ശ്രദ്ധ വീണ്ടും മാതാപിതാക്കളിലേക്ക് കൊണ്ടുവരികയാണ്. ഒരമ്മയുടെ വിശുദ്ധിയാണ് ലോകത്തിൻ്റെ വിശുദ്ധി. ഒരമ്മയുടെ സൗമ്യതയാണ് ലോകത്തിൻ്റെ സൗമ്യത. ഒരമ്മയുടെ ജീവിത പാഠമാണ് മകൻ്റെ മകളുടെ ജീവിത പാഠം. എലിസബത്തിനെ മറക്കരുത്, പരിശുദ്ധ അമ്മയെ മറക്കരുത്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധ അമ്മ ചെന്നപ്പോൾ ആ സാന്നിധ്യം കൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്നാണ് വചനം. ഒരമ്മയുടെ സാന്നിധ്യം അനേകരുടെ ജീവിതത്തിൽ നന്മയുടെ താളങ്ങളും ഓളങ്ങളും സൃഷ്ടിക്കാൻ സഹായിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറേയധികം അമ്മമാരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ഞാൻ ഓർക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ മകളെ ക്രൂരമായി കൊന്ന കൊലപാതകയെ മരണത്തോളം ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരമ്മ. മകളെ കൊന്ന കൊലപാതകയെ മരണത്തോളം ശിക്ഷിച്ചാൽ മാത്രമേ തൻ്റെ മകളുടെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നാണ് അമ്മയുടെ മനസ്സിൽ. വേറൊരമ്മയെ മനസ്സിൽ കൊണ്ടുവരണം. തൻ്റെ മകളെ കൊന്ന കൊലപാതകയുടെ കയ്യിൽ ആവേശപൂർവ്വം ചുംബിക്കുന്ന ഒരമ്മ റാണി മരിയ സിസ്റ്ററുടെ അമ്മയാണ്. തൻ്റെ മകളെ അവസാനമായി കണ്ടതും തൊട്ടതും അവസാന ജീവനെ സ്പർശിച്ചതും ഈ കരങ്ങളാണ് എന്ന് പറഞ്ഞ് ആ കൊലപാതകയുടെ കരങ്ങളെ ചുംബിക്കുന്ന അമ്മയെ ആർക്കും മറക്കാൻ കഴിയും. വീണ്ടും തൻ്റെ മകളെ കൊല്ലാൻ കാമുകന്റെ കയ്യിലേക്ക് കത്തിയെടുത്തു കൊടുക്കുന്ന അമ്മയും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ തീരാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും സ്വന്തം അമ്മയെ കഴുത്തു ഞെരിച്ചു കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ മകനെയും എനിക്കും നിങ്ങൾക്കും മറക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളുടെയും അനുഭവങ്ങളുടെയും നടുവിൽ എന്തു ചെയ്യണം എന്നോർത്ത് ഞാനും നിങ്ങളും ആകുലപ്പെടുകയാണ്. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം വിശുദ്ധമാകണം. കോശങ്ങളും കോശാന്തരങ്ങളും പരിശുദ്ധമാകണം. അതിനാണ് പ്രാർത്ഥന, അതിനാണ് ആത്മീയത. ജീവിതമില്ലാത്ത ആത്മീയത ലോകത്തെ നശിപ്പിക്കും, കുടുംബത്തെ ഇല്ലാതാക്കും, മക്കളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ ആ ഉയർത്തിയ നിമിഷങ്ങളെ നമുക്ക് മറക്കാതിരിക്കാം. വാരിക്കോരി തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് മറക്കാതിരിക്കാം. എന്നിട്ട് സത്യസന്ധമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. ലൈംഗിക ദുരാചാരങ്ങളില്ലാതെ, സംസാരത്തിൽ പിഴയ്ക്കാതെ, ചിന്തയിൽ പിഴയ്ക്കാതെ, വാക്കിൽ പിഴയ്ക്കാതെ നമുക്ക് ജീവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൻ്റെ കൃപ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഭൂമി സ്വർഗമായി മാറട്ടെ.
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റിക്കൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധമായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധമായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താൽ അലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ.
ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. നാഥനോടൊപ്പം ഒരമ്മയുടെ വിശുദ്ധ സങ്കല്പത്തിലും വിശുദ്ധ ജീവിതത്തിലുമാണ് നല്ല കുഞ്ഞുങ്ങളുണ്ടാവുക. തൻ്റെ ജഡത്തെ ശരീരമാക്കി മാറ്റുന്ന പ്രക്രിയയിലാണ് ആത്മീയത തുടങ്ങേണ്ടത്. വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതാണ്. വിവാഹമെന്ന കൂദാശയിൽ അൾത്താരയോട് ചേർത്ത് നിർത്തി ക്രിസ്തു പുരോഹിതനാൽ ആശീർവാദത്തോടുകൂടി ജഡത്തെ ശരീരമാക്കി മാറ്റുകയാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. ആ ജഡത്തിൽ നിന്നും ശരീരത്തിലേക്ക് ആശീർവാദത്തിലൂടെ ഒരു ശരീരം രൂപപ്പെട്ടു വന്നതിന് ശേഷം വേണം ഒരു കുഞ്ഞ് പിറക്കാൻ. അങ്ങനെയുള്ള ഒരു കുഞ്ഞായിരിക്കും ആത്മീയതയിലും ആരോഗ്യത്തിലുമൊക്കെ വളർന്നു വരിക. ജഡത്തെ ശരീരമാക്കി മാറ്റിയില്ലെങ്കിൽ കാമവികാരത്തിനടിമപ്പെടുന്ന കുഞ്ഞുങ്ങൾ ജന്മം കൊള്ളും. ക്രിസ്തു നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ജഡത്തിൽ നിന്ന് ജഡം, ആത്മാവിൽ നിന്ന് ആത്മാവ്. രൂപാന്തരപ്പെടുകയാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. നമുക്കും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താം. ഓരോ അമ്മയുടെയും ശരീരത്തിലും മനസ്സിലും ആയിരക്കണക്കിന് അറിവുകളെ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ അറിവിനെ ഉണർത്തുന്നത് നിശബ്ദതയിലും ഏകാഗ്രതയിലും ധ്യാനത്തിലുമാണ്. അമ്മ മൗനത്തിൻ്റെ ഉപാസകയായി മാറണം. അപ്പൻ മൗനത്തിൻ്റെ ഉപാസകനായി മാറണം. അപ്പോൾ മാത്രമേ മക്കളെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാവുകയുള്ളൂ. ആ മകനോട് എന്ത് പറയണം, ആ മകളെ എങ്ങനെ വളർത്തണം, എന്ത് കൊടുക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എന്തു പഠിപ്പിക്കണം, ഏതു വഴി നടത്തണം, ഇതെല്ലാം ഒരപ്പച്ചനും അമ്മച്ചിക്കും കിട്ടുന്നത് നിശബ്ദതയുടെ മൗനത്തിൻ്റെ നിമിഷങ്ങളിലാണ്. അവിടെയാ സ്വർഗം തുറന്ന് ദൈവിക ചൈതന്യം പ്രാവിനെ പോലെ അവരുടെ മുകളിലേക്ക് ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, കെടാവിളക്കിൻ്റെ നിശബ്ദതയിൽ, സക്രാരിയുടെ നിശബ്ദതയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. ആ ഒരു പ്രാർത്ഥനയാണ് അടുത്തു വരുന്ന ഗാനത്തിൽ. നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ധ്യാനാത്മകമാക്കാം. ബഹളങ്ങളുടെയും ഒച്ചപ്പാടിൻ്റെയും ലോകത്ത് നിന്ന് മൗനത്തിൻ്റെയും നിശബ്ദതയുടെയും ആത്മീയത സ്വന്തമാക്കാം. അത് ആഴമുള്ള ഒരാത്മീയതയാണ്. ആ ആത്മീയതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.
കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗന നൊമ്പരം നീ അറിയുമോ ഈശോ പൊന്നീശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ഒത്തിരിയാളുകൾ കൂടെയുണ്ട് എങ്കിലും ഞാനിന്ന് ഏകനാണ് ഒത്തിരിയാളുകൾ കൂടെയുണ്ട് എങ്കിലും ഞാനിന്ന് ഏകനാണ് ഒത്തിരി നാദങ്ങൾ ചുറ്റുമുണ്ട് എങ്കിലും ഞാനിന്ന് മൂകനാണ് ഈശോയെ പൊന്നീശോയെ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗനനൊമ്പരം നീ അറിയുമോ ഈശോയെ പൊന്നീശോയെ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു ആകാശമേലാവിൽ അമ്മ നക്ഷത്രമായി ആകാശമേലാവിൽ അമ്മ നക്ഷത്രമായി കൂരിരുൾ പാതയിൽ വഴി നടത്തൂ ഈശോയെ പൊന്നീശോയെ
കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗനനൊമ്പരം നീ അറിയുമോ ഈശോയെ പൊന്നീശോയേ ഈശോയെ പൊന്നീശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ഗുരുവിൻ്റെ ഭാഷ എപ്പോഴും മൗനമാണ്. ഞാനും നിങ്ങളുമെല്ലാം മൗനത്തിലേക്കും നിശബ്ദതയിലേക്കും വരേണ്ടിയിരിക്കുന്നു. ധ്യാനിക്കാൻ കഴിയാതെ പോകുന്നതല്ലേ എൻ്റെയും നിങ്ങളുടെയും പരാജയം? കുരിശിൽ കിടക്കുന്നവൻ്റെ മുൻപിൽ മിഴിപൂട്ടി ധ്യാനിക്കാൻ കഴിയാതെ പോകുന്നതല്ലേ എൻ്റെയും നിങ്ങളുടെയും വഴിതെറ്റാൻ കാരണം? അതുകൊണ്ട് സങ്കീർത്തനം 46:10 നാം വായിക്കുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ലോകബഹളങ്ങളും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മറന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നിശബ്ദമായി ധ്യാനാത്മകമായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവൻ ഉത്തരം നൽകും. ബഹളങ്ങളിലല്ല, മൗനത്തിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ തിരിച്ചറിവിൽ യഥാർത്ഥ ആത്മീയ ജീവിതം തുടരാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ.